ഇതൊരു കുട്ടിക്കഥയാണ്. ഞാൻ ഒരു കുഞ്ഞു വീടുണ്ടാക്കിയ കഥ. 2015 യുഎഇയിൽ വരുന്ന സമയത്ത് എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കുഞ്ഞു വീട് വെച്ചിട്ട് പെട്ടെന്നങ്ങ് തിരിച്ചു പോവുക. പക്ഷേ ഇപ്പം വർഷം 10ആയി തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കൊരു വീടുണ്ടാക്കാൻ പറ്റി. 2020 മെയ് 27-നാണ് എൻ്റെ ആ ആഗ്രഹം സഫലീകരിച്ചത്. ഒരു കുഞ്ഞു വീട്. എനിക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ നിയമവുക്കും മാത്രമായിട്ടുള്ള ഒരു കുഞ്ഞു വീട്. ആക്ച്വലി ആ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അത് ഒരു പ്രവാസി എസ്പെഷ്യലി ഒരു നമ്മൾ ഈ പ്രവാസികൾക്കത് കൂടുതലും മനസ്സിലാവും. ആ ഒരു കഷ്ടപ്പാടും വേദനയും ഒക്കെ. 14 വർഷം വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ ഫേസ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അല്ല എൻ്റെ കുഞ്ഞ് അവൾക്ക് എപ്പോഴും ഒരു ആഗ്രഹമായിരുന്നു. ഇപ്പം നമ്മൾ വീടിൻ്റെ മോളിൽ ഞങ്ങൾ അപ്സ്റ്റെയർ ആയിരുന്നു മോസ്റ്റ്ലി ഞാൻ ചൂസ് ചെയ്യുന്നത്. കാരണം അമ്മയും നീയും തനിച്ചുള്ളത് കൊണ്ട്. അപ്പം വീടിൻ്റെ മുകളിൽ കുഞ്ഞ് കളിക്കുമ്പോഴൊക്കെ താഴേന്ന് വഴക്കൊക്കെ പറയും. അപ്പം അവളെപ്പോഴും എന്നോട് പറയായിരുന്നു, "എന്നാ എനിക്ക് വീടിൻ്റെ പുറത്ത് പോയി കളിക്കുന്ന രീതിയിൽ വീട് വേണം." അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് വീടുണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ പേരിൽ ഒരുപാട് ഞാൻ കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ടുണ്ട്. ഇപ്പം ആലോചിക്കുമ്പം എനിക്ക് പക്ഷേ അതിന് വിഷമമൊന്നും തോന്നിയിട്ടില്ല. കാരണം എനിക്ക് പറ്റുന്ന സമയത്തേ ചെയ്യാവൂ എന്നൊരു ഒരു ഉറച്ച തീരുമാനം എനിക്കുണ്ടായിരുന്നു. ദൈവങ്ങളുടെ എല്ലാ അനുഗ്രഹം കൊണ്ട് ഒരു സമയത്ത് എനിക്ക് ദൈവങ്ങളെല്ലാം ഒരുപോലെ നിന്ന് ഞാനത് ചെയ്തത്. നമ്മൾ അതായത് അബ്രോഡൊക്കെ പോകുന്ന സമയത്ത് തന്നെ എല്ലാവരുടെയും ഒരു ധാരണയാണ്, അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക, ഒരു മരത്തെ ഇങ്ങനെ കുലുക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. അങ്ങനെയല്ല. നമ്മളിവിടെ വന്ന് സ്റ്റേബിളായി ചില സമയത്ത് നമുക്ക് സാലറി കറക്റ്റായിട്ട് കിട്ടണം എന്നില്ല ചില കമ്പനിയിൽ. ഇപ്പം എൻ്റെ കമ്പനി ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്ത കമ്പനിയിൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാനൊന്ന് സ്റ്റേബിളായി തുടങ്ങിയത് 2019-ൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി കയറിയതിന് ശേഷമാണ്. അതിന് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ദൈവം സഹായിച്ചു, ഞാൻ ലോൺ എടുത്തു. എന്താ പറയുക, ഞാൻ ലോൺ എടുത്ത് കൊടുത്തു. പക്ഷേ എൻ്റെ വീട് എല്ലാം ഒരു എനിക്ക് തോന്നുന്നില്ല ഒരു ആണുങ്ങൾ നിന്ന് അത്രയും ചെയ്യാൻ പറ്റും. അതുപോലെ എൻ്റെ അമ്മ എല്ലാത്തിലും നിന്ന് കൂടെ നിന്ന് ഞങ്ങളുടെ സ്വപ്നം ഞങ്ങൾ സാക്ഷാത്കരിച്ചു. ഇപ്പം 5 വർഷമായി. എന്താ പറയുക, ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരു വീടെന്നുള്ള സ്വപ്നം കൊണ്ട് പ്രവാസിയായ ഒരുപാട് ആൾക്കാരുണ്ട്, ഇപ്പോഴും നടക്കാത്തവർ. ഞാനിങ്ങനെ എന്താ നിനക്ക് ഇനി ഇവിടെ വന്നിട്ടുള്ള ആഗ്രഹം ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പറയായിരുന്നു എനിക്ക് ഒരു വീടെന്ന്. അപ്പോൾ എല്ലാവരും എന്നോട് പറയും, അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ, നിന്നെക്കൊണ്ട് ചിലപ്പം പറ്റിയെന്ന് വരില്ല. കാരണം ചില ആൾക്കാർ എത്രയോ വർഷങ്ങളായി, നീ ആദ്യം ഒരു ഫാമിലിയായി നീ സെറ്റിൽ ആവാൻ നോക്കുന്നൊക്കെ. അപ്പോഴും ഞാൻ പറഞ്ഞത് ഇല്ല, അങ്ങനെയല്ല. എനിക്ക് വീട് വയ്ക്കണം. എനിക്ക് വേറെ അതിൽ